സോ മക്കളെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങളുടെ 6th ഫസ്റ്റ് ചാപ്റ്ററിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉള്ള സാധനങ്ങളാണ്, 2 സാധനങ്ങളാണ് മക്കളെ. ഇതാ ഈ സ്റ്റാർ, ഓക്കെ, ഈ സ്റ്റാറും അതുപോലെ തന്നെ മക്കളെ ഇതാ ഈ സ്റ്റാറും. ഓക്കെ, 2 സ്റ്റാറും എങ്ങനെ ഈസി ആയിട്ട് വരക്കാൻ എന്ത് ചെയ്യുക സാർ പറഞ്ഞുതരാം. മക്കളെ ആദ്യം എൻ്റെ മക്കൾ മനസ്സിലാക്കേണ്ടത് 2 സ്റ്റാറും തമ്മിൽ വ്യത്യാസമുണ്ട്. അതെങ്ങനെ മനസ്സിലാക്കാം നോക്കടാ, സാർ വരച്ച് തന്നെ കാണിച്ചു തരാം. നോക്ക്, ഇതിൻ്റെ പുറത്തായിട്ട് 1 2 3 4 5, ഓക്കെ, 5 വശങ്ങളാണുള്ളത് അവിടെ. ഓക്കെ, സ്റ്റാറിൻ്റെ അറ്റങ്ങൾ തമ്മിൽ കൂട്ടി വരക്കും മക്കളെ, 5 വശങ്ങൾ. അതാ സ്റ്റാറിൻ്റെ ഈ അറ്റം, ഓക്കെ, ഈ അറ്റം, ഈ അറ്റം, ഈ അറ്റം, ഈ അറ്റം, ഓക്കെ, അവർ തമ്മിൽ കൂട്ടി വരക്കും മക്കളെ. അവിടെ 5 സൈഡ്സ് ആണ്, 5 വശങ്ങളാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിൽ മക്കളെ ഇതാ ഇവിടെ 1 ഓക്കെ 2 3 4 5 6, ഓക്കെ മക്കളെ അതാ ഇവിടെ 6 വശങ്ങളാണ്. ഓക്കെ, അവിടെ എത്രയാടാ, അവിടെ മക്കളെ അവിടെ 1 2 3 4, ഓക്കെ 1 2 3 1 2 3 4 5, ഓക്കെ 5 വശം. ഇവിടെയോടാ അല്ലേ 6 വശം. ആദ്യം എൻ്റെ മക്കൾ എന്ത് ചെയ്യണം, ഇതാ ഈ വ്യത്യാസം, ഇവർ തമ്മിൽ ഈ വ്യത്യാസം എന്ത് ചെയ്യണം, ആദ്യം ഈ വ്യത്യാസം മനസ്സിലാക്കണം. റെഡി, ഇനി സാർ പറഞ്ഞുതരാം. നോക്ക്, 5 വശമാണെങ്കിൽ എൻ്റെ മക്കൾ ചെയ്യേണ്ടത് 360/5 കേട്ടോ, 360/5. ഓക്കെ മക്കളെ, ഉത്തരം എത്ര കിട്ടൂടാ, 72. ഓക്കെ, ഓർത്ത് വെക്കണേ 72. അതുപോലെ തന്നെ ഇതാ ഇതിൻ്റെ ഉത്തരം അല്ലേ, 6 വശമാകുമ്പോൾ എൻ്റെ മക്കൾ ഇതാ നോക്കിക്കോ, 360/6. മക്കളെ എത്ര അല്ലേ, ഉത്തരം എത്ര വരിക, 60. ഓക്കെ, 6 വശമാകുമ്പോൾ 360/6 60. എന്താ സാർ ഈ 72 60 ഒക്കെ? ഓക്കെ, ഇതാ പറഞ്ഞു തരാം. അതായത് എൻ്റെ മക്കൾ ഇതാ ആ ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ, ഇതാ ആ വശത്തിൻ്റെ ഐഡിയ മനസ്സിലാക്കി കഴിഞ്ഞാൽ മക്കളെ വളരെ ഈസിയാണ്. എൻ്റെ മക്കൾ എന്ത് ചെയ്യണം, ഒരു വൃത്തം വരക്കുക. ഓക്കെ, ആ വൃത്തത്തിന് ആരം വരക്കുക. ഓക്കെ, ആരം വരച്ചതിന് ശേഷം 2 ചിത്രവും വരക്കാനുള്ള ഐഡിയ സാർ പറഞ്ഞു തരുന്നത്. ഓക്കെ, ഇതാ 5 വശമാകുമ്പോൾ നമുക്ക് എത്ര കിട്ടിയേ, 360/5 72. അതായത് എൻ്റെ മക്കൾ വരച്ച ഈ വൃത്തം ഉണ്ടല്ലോ, ഈ സർക്കിൾ ഉണ്ടല്ലോ, നിങ്ങൾ പൊട്രാക്ടർ എടുത്തിട്ട്, ഓക്കെ ദാ സാർ റഫായിട്ട് വരച്ച് കാണിച്ചു തരാം. നിങ്ങൾ ദാ പൊട്രാക്ടർ എടുത്തിട്ട് മക്കൾ ഇതാ 72 ഡിഗ്രി കേട്ടോ, എത്രയാടാ 72 ഡിഗ്രി ദാ നിങ്ങൾ വരച്ച് പോവുകയാണെങ്കിൽ, ഓക്കെ വേണ്ട സാർ എന്ത് ചെയ്യുക, പൊട്രാക്ടർ എന്താ നമ്മുടെ കോൺ മാപ്പിന് എടുത്ത് തന്നെ കാണിച്ചു തരാം. ഓക്കെ, ദാ സാർ കോൺ മാപ്പിന് എടുത്തു, ദാ ഇവിടെ എന്ത് ചെയ്തു, ഇതാ ഇങ്ങനെ വെച്ചു. എന്നിട്ട് സാർ എന്ത് ചെയ്യാണ്, 72 ഡിഗ്രി കേട്ടോ, 72 ഡിഗ്രി മക്കൾ ഇവിടെ വരും. ഓക്കെ, അടുത്ത ഇതാ ഇവിടുന്ന് ഇവരെ പരസ്പരം ഇങ്ങനെ വെക്കുകയാണെങ്കിൽ, ഓക്കെ പരസ്പരം ഇവരെങ്ങനെ വരക്കുകയാണെങ്കിൽ ഓക്കെ ഒരു വര വരച്ചു. ഓക്കെ, അടുത്തതായിട്ട് മക്കളെ ഇതാ കോൺ മാപ്പിന് സാർ എന്ത് ചെയ്തു, ഇതാ ഇങ്ങനെ തിരിച്ചിട്ട് എന്ത് ചെയ്തു, ഇതാ ഇവിടെ വെച്ചു. ഇനി മക്കളിതാ ഇവിടുന്ന് എന്ത് ചെയ്തു, 72 എടുത്തു. ഓക്കെ, 72 ഡിഗ്രി ഇവിടുന്ന് എടുത്തു. 72 മക്കളേതാ ഇവിടെ വരും. ഓക്കെ, ഇവിടെ വരും. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്തു അല്ലേ സാർ, ഇതുപോലെ എന്ത് ചെയ്തു, ഓരോ 72 ഡിഗ്രിയോളം സാർ എന്ത് ചെയ്തു, അളന്ന് എടുത്തു കേട്ടോ. അടുത്ത 72 ഡിഗ്രി ഏകദേശം ഇവിടെ വരും. എൻ്റെ മക്കളെന്താ ഓരോന്ന് സാർ പറഞ്ഞ പോലെ ഓരോന്ന് വരച്ച് പോയാൽ മതി. ഓക്കെ, അടുത്ത 72. ഓക്കെ, അടുത്ത 72, ലാസ്റ്റ് ആൻഡ് ഫൈനൽ കേട്ടോ, അവസാനത്തെ 72 ഉണ്ടാവും. ഓക്കെ, ഇതാ ഇതിവിടെ വെച്ചു. മക്കളിതാ അവസാനത്തെ 72 ഇതാ ഇവിടെ വരും. ഓക്കെ, ഇവിടെ വരും. അവർ തമ്മിൽ പരസ്പരം കൂട്ടി വരച്ചു. റെഡി ആണല്ലോ, ഈസി ആണല്ലോ. ഇനി മക്കളെ അവരുടെ അറ്റങ്ങൾ തമ്മിൽ കൂട്ടി വരക്കുകയാണെങ്കിൽ, ഓക്കെ ദാ നിങ്ങൾക്കുള്ള ആൻസർ ആയി. നോക്കിക്കോട്ടോ, അവിടെ അറ്റങ്ങൾ ചേർതാ ഈ കിട്ടിയ അറ്റങ്ങൾ ചേർന്നാണ് കൂട്ടി വരക്കണം. 1 2 ഓക്കെ 3 ഓക്കെ 4 5. ഓക്കെ, നമുക്ക് എന്ത് കിട്ടി, ഇതുപോലെതാ അതുപോലെ എന്ത് കിട്ടി, 5 വശങ്ങൾ കിട്ടി. ഇനി എൻ്റെ മക്കൾ അതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്താൽ മതി, സ്റ്റാർ അങ്ങ് വരച്ചു കൊടുത്താൽ മതി. ഇതാ ഒറ്റ സ്റ്റാർ. ഓക്കെ, ഇങ്ങനെ ഒരാളെ വരച്ചു. അതുപോലെ തന്നെ മക്കൾ ഇതാ ഇങ്ങനെ ഒരാളെ വരച്ചു. ഓക്കെ, ഇതാ ഇങ്ങനെ ഒരാളെ വരച്ചു. ഓക്കെ, ഇതാ ഇങ്ങനെ ഒരാളെ വരച്ചു. ഓക്കെ, ഇതാ ഇങ്ങനെ എന്ത് ചെയ്തു മക്കളെ, ഇങ്ങനെ ഒരുത്തനെ വരച്ചു. ഇനി അതിനുള്ള മക്കൾ ഇതാ ജസ്റ്റ് ഒന്ന് കളർ എടുത്ത് നോക്ക്, നിങ്ങൾക്ക് എന്ത് ഉണ്ടാവും, നിങ്ങൾക്ക് ഇതാ നിങ്ങൾ ഉദ്ദേശിച്ചതാ ആളെ കിട്ടിയിട്ടോ. റെഡി, പുറത്താരാ പച്ചട്ടോ. സെറ്റ്. ഓക്കെ, അതുപോലെ തന്നെ മക്കളെ അടുത്ത നമുക്ക് എത്ര കിട്ടി അല്ലേ, 360/6 എത്രടാ, 60 ഡിഗ്രിയാണ്. എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, അതുപോലെ തന്നെ ഇതാ ഒരു വൃത്തം വരക്കുക. ഓക്കെ, ഒരു വൃത്തം വരക്കുന്നു. ആ വൃത്തത്തിന് എൻ്റെ മക്കൾ എന്ത് ചെയ്യുന്നു അല്ലേ, ഒരു ആരം വരക്കുന്നു. വൃത്തം വരക്കുന്നു, ആരം വരക്കുന്നു. പിന്നെ ഇവിടെ അല്ലേ കോൺ മാപ്പിനെ എടുക്കുന്നു. സാർ എന്ത് ചെയ്യുന്നില്ല,
സർ തൽക്കാലം വരക്കുന്നില്ല, എൻ്റെ മക്കൾ വരച്ച് നോക്കിയാൽ മതി. ഇതാ അതിൻ്റെ മക്കൾ എന്ത് ചെയ്യണം, 6 ആയിട്ട് അല്ലേ എന്ത് ചെയ്യുക, 60 ഡിഗ്രി വരച്ച് പോകുമ്പം എൻ്റെ മക്കൾക്ക് എന്ത് ചെയ്യും, അത് 6 ഭാഗങ്ങളായിട്ട് കിട്ടും. ഓക്കെ, സർ ഇതാ ഏകദേശം വരച്ച് കാണിച്ചു തരാം. ഇങ്ങനെയാണ് കേട്ടോ ഏകദേശം അതിൻ്റെ ഷേപ്പ് വരിക. റഫായിട്ട് വരക്കുകയാണ്. അവരുടെ അറ്റങ്ങൾ സർ എന്ത് ചെയ്തു, ഇങ്ങനെ പരസ്പരം കൂട്ടി വരച്ചു. ഇനി മക്കളെ ഒന്നുമില്ല, നോക്കോ നിങ്ങൾ എന്ത് ചെയ്യടാ, ഒരു ഭാഗം എടുക്കുക. ഓക്കെ, എന്ത് ചെയ്യടാ, ഒരു പോയിന്റ് എടുക്കുക. ആ പോയിന്റ് തന്നെ മക്കൾ എന്ത് ചെയ്യടാ, അടുത്ത പോയിന്റ് ഒഴിവാക്കിയിട്ട് ഒരു ഭാഗത്തോട്ട് വരക്കുക. ഓക്കെ, ഈ പോയിന്റ് എടുക്കുക, അടുത്ത പോയിന്റ് ഒഴിവാക്കിയിട്ട് മക്കൾ ഇങ്ങോട്ട് വരക്കുക. ഓക്കെ, ഈ പോയിന്റ് എടുക്കുക, ഇവൻ ഒഴിവാക്കിയിട്ട് എൻ്റെ മക്കൾ എന്ത് ചെയ്യണം അല്ലേ, ഈ പോയിന്റ് എടുത്തു, ഇവൻ ഒഴിവാക്കിയിട്ട് മക്കൾ എന്ത് ചെയ്യണം ഇങ്ങോട്ട് വരക്കുക. എന്ത് ചെയ്യുക അല്ലേ, ഈ പോയിന്റ് എടുക്കുക, ഇവൻ ഒഴിവാക്കിയിട്ട് മക്കൾ മുകളിലോട്ട് എന്ത് ചെയ്യണം വരക്കുക. ഓക്കെ, ഇവൻ എടുക്കുക, ഇവൻ ഒഴിവാക്കിയിട്ട് എൻ്റെ മക്കൾ എന്ത് ചെയ്യുക മുകളിലോട്ട് വരക്കുക. ഓക്കെ, ഇവൻ എടുക്കുക, ഇവൻ ഒഴിവാക്കിയിട്ട് മക്കൾ എന്ത് ചെയ്യണം ഇങ്ങനെ എന്ത് ചെയ്യുക ഇങ്ങനെ എടുക്കുക. മക്കളെ എന്തായടാ നമ്മുടെ സ്റ്റാർ ആയിട്ടോ. ജസ്റ്റ് കളർ കൊടുത്താൽ തന്നെ എന്ത് ചെയ്യും എൻ്റെ മക്കൾക്ക് മനസ്സിലാവും. നോക്കോ, റെഡി. ഓക്കെ, ഇനിയോടാ ചുറ്റോടാ അല്ലേ മഞ്ഞ. ഓക്കെ, നിങ്ങളിതാ കറക്റ്റ് വരച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ചെരിവൊന്നും ഇല്ലാതെ എന്ത് ചെയ്യും. ഓക്കെ, സാറിന് കിട്ടിയ പോലെ കിട്ടും. ഓക്കെ, സാറിൻ്റെ ചെറിയ ചെരിവുണ്ട്. സാർ ഓഫായിട്ടല്ലേ വരച്ച്. ഓക്കെ, നിങ്ങളിതാ കറക്റ്റായിട്ട് വരക്കണേൻ്റെ മക്കൾ എന്ത് ചെയ്യും, കറക്റ്റായിട്ട് എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് എന്ത് ചെയ്യും ഉത്തരം കിട്ടും. ഓക്കെ, ആ വരക്കണ അടിയിൽ എന്ത് ചെയ്യുന്നുണ്ടാവും, അവിടെ കുറച്ച് ആളുകൾ നിന്നുണ്ടാവും. ഓക്കെ, കുറച്ച് ആളുകളവിടെ കിടക്കുന്നുണ്ടാവും. ആവശ്യമില്ലാത്ത ആൾ അവരെന്ത് ചെയ്യുക മക്കൾ എന്ത് ചെയ്താൽ മതി, അതുപോലെ എന്ത് ചെയ്താൽ മതി, മായ്ച്ച് കളഞ്ഞാൽ മതി കേട്ടോ. എക്സ്ട്രാ വരുന്ന വരകൾ എൻ്റെ മക്കൾ എന്ത് ചെയ്താൽ മതി, ഇതുപോലെ എന്ത് ചെയ്താൽ മതി, മായ്ച്ച് കളഞ്ഞാൽ മതി. റെഡി. സോ ഐഡിയ കിട്ടിയാലോ. ഓക്കെ, എന്ത് ചെയ്യുക, ആദ്യം എൻ്റെ മക്കൾ നോക്കേണ്ടത് എത്ര വശം ഉണ്ട് എന്നാ. വശം 6 ആണെങ്കിൽ 360/6 60 ഡിഗ്രി. ഓക്കെ, വശം 5 ആണെങ്കിൽ മക്കളെ അല്ലേ, സൈഡ് 5 ആണെങ്കിൽ 360/5 മക്കളെ 72 വരും. 72 വെച്ചിട്ട് എന്ത് ചെയ്യണം, ഇങ്ങനെ എന്ത് ചെയ്യണം വട്ടം വരച്ച് പോവുക. ഓക്കെ, പിന്നെ എന്ത് ചെയ്യുക, പിന്നല്ല മീൻസ് പിന്നെ ബാക്കിയുള്ള സാധനങ്ങളുണ്ടല്ലോ, ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻ അല്ലാതെ വേറെ ക്വസ്റ്റ്യൻ വരും. അങ്ങനെ വന്നാലും ഓക്കെ, സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ അത് ആദ്യം അങ്ങനെ വരക്കുക. 5 സൈഡിലെ ആളാണെങ്കിൽ അങ്ങനെ വരക്കുക. ആ സ്റ്റാറുകൾ അറ്റം തമ്മിൽ എന്ത് ചെയ്താൽ മതി, കൂട്ടി യോജിപ്പിച്ച് നോക്കിയാൽ മതി. പിന്നെ അതിനുള്ളിൽ വരുന്ന പാറ്റേൺ സിമ്പിൾ പാറ്റേൺ ആയിക്കാരം എൻ്റെ മക്കൾക്ക് എന്ത് ചെയ്യും, ഈസി ആയിട്ട് ചെയ്യാൻ വയ്ക്കും. റെഡി.